വെള്ളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പൂയ മഹോത്സവവും 2025 ഫെബ്രുവരി 2 മുതൽ 11 വരെ. അലക്സാണ്ടർ ജേക്കബ് IPS പ്രഭാഷണം ഫെബ്രുവരി 5-ന്. പായിപ്പട പഞ്ചായത്തിലെ 10ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPIയിലെ സീന വർഗീസ് ആണ് LDF സ്ഥാനാർത്ഥി. പായിപ്പട പഞ്ചായത്ത് 10ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി സീന വർഗീസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. നിരപ്പ റേഷൻ കടപ്പടിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പായിപ്ര ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടുണ്ടായെന്ന് ഇവിടെ സുമേഷ് സൂചിപ്പിച്ചു. ഈ വാർഡിലെ സമ്മതിദായകർക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായ പ്രവണതകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ മത്സരിച്ച് ജയിച്ച ഒരംഗം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും തെറ്റുതിരുത്താൻ ആവശ്യമായി ഇടപെടൽ പ്രവർത്തനം നടത്തുക എന്നത് ഈ മുന്നണിയുടെ ബാധ്യതയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ തെരഞ്ഞെടുപ്പിൽ 100-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരാൾ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ മുന്നണിയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നണി ബന്ധം വിച്ഛേദിച്ച് രാജിവെച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. MB സുഭാഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ, സ്ഥാനാർത്ഥി സീന വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ്, വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ, LDF നേതാക്കളായ MR പ്രഭാകരൻ, KA നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി MV സുഭാഷ്, KK സുമേഷ് എന്നിവരടങ്ങുന്ന 250 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.